ഹലോ ഗൈസ്, നമ്മളിന്ന് കളിക്കാൻ പോകുന്ന ഗെയിം ഇതാണ്. ഈ പൊട്ടന നിങ്ങൾക്ക് എല്ലാവർക്കും മതിയല്ലോ. മരപ്പൊട്ടനായി ഇവൻ. അയ്യോ, കുറച്ച് ഒച്ച വിട്ട് നല്ല കരയുന്ന ഒച്ച ശരിയാ. ഇതാണ് ഇത്രയില് കരയത് ഒച്ച. നല്ല സുഖം. മുട്ട എടുത്തൊരു കഴിയണം. അയ്യോ, ചാടാ ചാവൂലേ. പെട്ടെന്ന് ഞാൻ വേറെ ഏതോ ഗെയിമിലോട്ട് പോയി. ഗെറ്റ് ബോട്ടിൽ ഫ്രം ഫീഡ്. കരിയലട ചെക്ക എന്നാ ബാലി. ഈ ചെക്കനെ കൊണ്ടെന്ത് കഷ്ടാന്ന്. Take baby to changing table. ഇവിടെ പോടാ. കക്കൂസിലിടാൻ പറ്റുമോ? ഫ്ലഷ് അടിക്കാനും പറ്റുമോ? ഇപ്പം എന്നാ ഫ്ലഷ് അടിക്കണമല്ല. എണീച്ച മോൻ ഇന്ന് എടുക്കാൻ പറ്റുന്നില്ല. പൊട്ടന് എന്നാ എടുക്കണില്ല. നിന്റെ ഉടായ്പ ഞാൻ കണ്ടേ പണ്ടേ. ഞാൻ യൂട്യൂബിലെല്ലാം നിന്റെ ഈ ഗെയിം വീഡിയോ കാണലുണ്ട്. ഇപ്പോഴാണ് കളിക്കാൻ പറ്റുന്നു. ബൈ. ഫ്ലഷ് അടിടാ. ഇനിയോ put baby to sleep, take baby to bed. ഒതങ്ങടാ ചെക്ക. ഒരു ലാഗ് അടിക്കുന്ന പോലെ അല്ലേ? എന്തോ ഒരു ഗ്ലിച്ച് പോലെ. ചെക്കൻ്റെ വിചാരം എന്നാന്ന് ചോദ്യം നിൽക്കണം. ചന്തിക്കിട്ടടിക്കും കേട്ടടാ. സ്റ്റോറി വായിച്ചു കൊടുക്കണം പോലും. ഞാൻ വായിച്ചു കൊടുക്കാം. നമ്മളുടെ സ്റ്റൈലിൽ വായിച്ചു കൊടുക്കാം. ഓക്കെ, സ്റ്റോറി ആയി. ഇതാണ് നമ്മളുടെ സ്റ്റൈൽ. ഓക്കെ, ബാക്കിയുള്ളവരെ പോലെ ഇങ്ങനെ കുത്തിയിരുന്ന്. ഇനി എന്നാ വാച്ചിങ് TV ഓൺ ദ സോഫ. പിന്നെ ഇത് ബ്രെഡ്, മടക്കുന്ന ബ്രെഡ്. പിന്നെ വീഡിയോ ഒന്നൊരു ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണം. ചെക്കൻ കരയാൻ തുടങ്ങിയല്ലോ. ചെക്കനെ കാണുന്നില്ല. തുറന്നിട്ടിട്ടില്ലല്ലോ. പിന്നെ ഇങ്ങനെ തുറന്നേ അടച്ചിട്ടാണല്ലോ. ഇവിടെ പൊട്ടൻ താഴെ ഇരിക്കുന്നു. പറ്റിക്കുമല്ലടാ സാറ്റ് കളിച്ചിട്ട്. നിന്നെ പിന്നെ ബെഡിൽ കിടത്തണം അല്ലേ? ചെക്കനെ കുരുത്തക്കേട് കൂടിയിട്ട് സാറ്റ് കളിക്കുന്നു. ഇന്ന ചാടപ്പോടാ. ഞാനൊന്നും ചോദ്യം ചോദിച്ചു കൊടുക്കില്ല. പോടാ. എന്നാ ഇത് ചെക്കനെ കൊണ്ട് പാവ ഇട്ട് കൊടുക്കണം തോന്നല്ലേ? പൂച്ചാണ്ടീന് ഇട്ട് കൊടുക്കാം.
ഇനി സാറ്റ് കളിച്ചാൽ ചെക്ക ഞാൻ അടിച്ചിടും. ആരടാ വാതില് തുറന്നേ? ഇനി തുറന്നാല് പേടിയുണ്ട് ചെക്കനപ്പോ. ചെക്കനപ്പ എന്നെ പേടിയുണ്ട്. വാതിലൊന്ന് കളിപ്പിക്കുന്നു. നല്ല പാട്ട്. അങ്ങനെ ഫൈനൽ വന്നു. നൈറ്റ് 2 ഓക്കെ. പിന്നെ എത്തിയോ? ഫീഡ് ചെയ്യണം പിന്നെയും ഭ്രാന്ത്. ഇനി ബേബി എവിടെയുള്ള മുകളിലല്ലേ? അതിന് തൊട്ട് താഴെയുണ്ട് ഫസ്റ്റ് ഈന. ഫീഡ് ചെയ്യാം. ചെക്കൻ ലോക്കാ. പാലും കുപ്പി പോയി. ചെക്കനെ ഫീഡ് ചെയ്തില്ലെങ്കിൽ ചെക്കൻ നമ്മളെ വാതില് ചിരിക്കുന്നുണ്ടല്ലേ. മൊത്തം കൊടുക്കാൻ പറ്റുമെങ്കിൽ കൊടുത്താൻ തിന്നാ തൂക പാല് കുടിക്കാൻ തൂക ദൃഷ്ടി കേട്ട സാധനം. ഇടക്കിടക്ക് ധരിക്കാനെന്നെ പോടാ. വലിയ ഷോ അല്ലേ? എൻ്റെ ഷണ്ടി വരെ പറഞ്ഞു എന്നാ ഗെയിമാണ്. അതാ ഇല്ല നശിപ്പിച്ചുവാ. എങ്ങനെ പോന്നു ഷണ്ടിച്ചക്ക? ഷണ്ടിയിലൊരു പ്രേതം കൂടിയ എൻ്റെ ചിരി ബാത്തിലൊന്നു പോന്നാ ചാവട കിട്ടണം. അവൻ്റെ ഇടക്ക ഷണ്ടിക്ക് ബോധം വരുന്നതിന് മുമ്പ് ഇട്ട് കൊടുക്കാം. ചെക്ക സൂപ്പർമാൻ ആവുമല്ലോ ഇപ്പോൾ. എന്തോടെ നീ നോക്കി പൊട്ടിക്കുന്നോ? നോക്കി പൊടിപ്പിക്കുന്നോടാ നീ. ചെക്കൻ നോക്കി പഠിപ്പിക്കുന്നടാ. പിന്നെ നീ ഓൻ തീരെ അന്നത്തോടാ സ്റ്റോറി വായിച്ചു കൊടുക്കണമല്ലേ. നമ്മളുടെ സ്റ്റൈല് പിന്നെ പുറത്തെടുക്കണമല്ല. നമ്മളെ സ്റ്റൈലോന് ഇഷ്ടപ്പെട്ടില്ലേ? എന്നാ പുതിയ സ്റ്റൈല് വായിക്കാം. ഒരു ദിവസം എടുത്തിട്ട് കൊടുക്കും. ഇതേതാ നേരത്തെ റാബിറ്റ് അല്ലേ? ഉറങ്ങടാ. ബുക്കിനി എറിഞ്ഞാലി ഞാൻ നിന്നെ എടുത്തതിയോ. ഓക്കെ, നമ്മളുടെ പുതിയ സ്റ്റൈൽ എടുക്കണം. ഒരു ദിവസം ഒരു റാബിറ്റ് ഓടിപ്പോവാണ്. അന്നേരം ആ റാബിറ്റ് തെന്നി വീണു. അപ്പം ഒരു ബേബിയെ കണ്ടു. പിന്നെയും റാബിറ്റ് ഓടി. അങ്ങനെ കഥ അവസാനിച്ചു. ഇല്ല ഇനതെല്ലാം മതി. വാതിൽ തുറന്നാലിഞ്ഞു. നന്നാ റിപ്പീറ്റായി തന്നെ നടക്കുന്നപ്പാണ് പ്രാന്ത്.
ആരാ കോളിംഗ് ബെൽ അടിച്ചേ? ഇത്ര കിട്ടുന്നു പോയവൻ. എൻ്റെ ഫ്ലാഷാ. ഒറ്റ മിനിറ്റ്, ഇതൊന്ന് ഈട് വന്നേ. ചെക്കൻ്റെ കുരുത്തക്കേട് ഇന്നത്തോടെ തീർത്തു കൊടുക്കണം. എന്നെ കീറി ഇട്ടേക്കാണ് ചെക്കൻ. തുറക്കടാ അതില്, തുറക്കടോ തുറക്കടോ. പൊളിക്ക്. റിയൽ ലൈഫാണെ അടിച്ച് പൊളിച്ചേനെ. ചെക്കാ നീ അധികം കളിക്കണ്ട. ഒരു ബോംബങ്ങ് എടുത്തത് ഉണ്ടെങ്കിൽ പാവം ലാബിറ്റ് കീറിയിട്ടേക്കണം. നോക്ക് വെക്കണം. നീ ഇടക്കിടക്ക് എന്നെയൊക്കെ ഇവിടെയൊന്നും ഡൈനിങ് ടേബിളിലൊക്കെ ഉണ്ട്. പിന്നെയും ടി വി ആണെങ്കിൽ അയ്യോ നടക്കട്ട്. ഒന്നാമത്തെ പ്രേതമാണ്. അതിന് അതുപോലെ തന്നെ വേറെ പ്രേതം കൂടി കെട്ടിയെടുത്ത ഉണ്ടക്കണ്ണൻ. ഒറ്റക്കണ്ണൻ. ഒറ്റക്കണ്ണൻ. നൈറ്റ് 3. ഗുഡ് നൈറ്റ് പോലും ഈ പ്രേതത്തിൻ്റെ ഒപ്പം കിടന്നിട്ട്. വാച്ച് ടി വി ഓൺ ദ സോഫ. കേറിപ്പാട് ടി വിയാ. നീയോട് ഡിമിന്നൽ അടുപ്പിക്കൂലേ ടി വി കാണാൻ വിടാണ്ട്. ബാടാ. അയ്യോ ചെക്കനെ എടുക്ക്. ലീവ് ദ ക്ലോസ് ദ ഡോർ. ലീവ് ആൻഡ് ക്ലോസ്. ഞാൻ ദാ എന്തോ ഒരു പന്തി കേടല്ലേടാ. ബഗ് അടിക്കുന്നല്ല. ഇനി എന്നാ ചെയ്യണ്ട്? കൊള്ളാലോ. സാൻഡ്വിച്ചാ ചീസ്. ഇവിടെ സാൻഡ്വിച്ച് ആക്കണം ഇപ്പോൾ. ആ ടോസ്റ്റി. എന്നാൽ ഓക്കെ ആക്കാം. നമുക്കൊരു സാൻഡ്വിച്ച് ആക്കി നോക്കാം. ഒരു ബ്രെഡ് എടുക്കുക. അതിപ്പോൾ ഫ്രിഡ്ജിൻ്റെ ഉള്ളിലേക്ക് കയറിപ്പോയി. എന്നാൽ കാണാം. എൻ്റെ ദേഷ്യം എടുത്തെറിയുന്നേ. മറ്റേ ആദ്യം മുതൽ കളിക്കണം. എനിക്ക് ഇതെടുക്കാം. ചിക്കൻ തന്തൂരി ആക്കി വെച്ചാൽ മുട്ടത്തോട് പോലെ അങ്ങ് എറിയാം. ഇതെന്നാണ് സാധനം? പിക്കിൾ. എന്നാലും ഞങ്ങൾക്കറിയില്ല. ഏതെങ്കിലും ഇഞ്ചി എടുത്ത് മുറിച്ച് വെച്ചായിരിക്കും. ഒറ്റ ഇഞ്ചി അല്ലടാ, കുക്കുംബർ ജ്യൂസാന്ന് തോന്നുന്നു. എടാ നല്ല എരിവില്ല എന്തെങ്കിലും എടുത്ത് വെക്കും. നമ്മൾ ഇതിൽ മീറ്റ് വെക്കത്തില്ല. അതാ അതിൻ്റെ പ്രത്യേകത. ചെക്കൻ അങ്ങനെ ഇല്ലേ, സുഖിക്കണ്ട. അതന്നെ. ഒറ്റ മിനിറ്റ്. ഇപ്പോൾ പൊട്ടിത്തെറിക്കും. അയ്യോ ഓടെ പൊട്ടിത്തെറിക്കും. ഉണ്ട പൊട്ടി. പാലെടുത്ത് കൊടുക്കും. എന്താ പത്താട് ഫീഡ് മീ എന്നാടെ പുതിയ ലോഗോയാന്നാ. പാപ്പം കൊടുക്കും ചെക്കൻ. വായിലടച്ചാൽ നീ തീരും മോനെ. അവൻ വാതിൽ നിന്നല്ല. കുപ്പി ഇപ്പം നമ്മളെ കയ്യിലല്ലേ ഉണ്ടായത്. ചെക്കൻ പണി പറ്റിച്ച് കുഴിമന്തി ആക്കാൻ പറ്റിയാ തോന്നുന്നു. നേരെ പോയിട്ട് ഇങ്ങോട്ട് ഓടിയാ, പിന്നെ ഇങ്ങോട്ട് ഓടിയാ, പിന്നെ ഇങ്ങോട്ട് ഓടിയാ, പിന്നെ ഇങ്ങോട്ട് ഓടിയാ. ഇത് നേരെ കുഴിമന്തി വെച്ച സ്ഥലത്തേക്ക് പോവാ.
നീലേ ഉള്ളൂ. ഇത് ഫ്രിഡ്ജ് ചെയ്യുന്നു. ഇത് ഫുൾ ഫ്രിഡ്ജ് ചെയ്യുന്നു. നമ്മളിങ്ങനെ ഇടിയിട്ട് ബെല്ലടിച്ചിട്ട് കയറണ്ട മോനെ. നിന്റെ വീടാ ഇത്? ആൾക്കാർ ഇതിൻ്റെ കൂടെ ചെക്കൻ പറ്റിച്ചു. ഏതായിട്ട് ചെക്ക ഇനി നാപ്പി അങ്ങനെ പവപ്പിച്ചാല് ഓടാ ചെക്ക ചെക്ക കളിക്കല്ലേ പാല് കൊടുക്കണം. വാതിലിൻ്റെ ഒതുങ്ങി ചത്തു പാവൻ ചക്കൻ. ഇനി ഇങ്ങനെ കിടത്തണം. എന്നിട്ടും കഥ വായിച്ചു കൊടുക്കണം. നിങ്ങളുടെ സൂപ്പർമാനെ കൂടെ പോകുന്നു. പിടിച്ച് കഥ വായിച്ചു ചിരിക്കുന്ന നമ്മളെ സ്റ്റൈലൊന്നും എടുക്കും. ഒന്നടെ പാവം ആട്. നമുക്ക് ആട് ഫ്രീ അല്ല ആട് നമുക്ക് ആട് ഫ്രീ വായിച്ചു കൊടുക്കാം. എന്നാലും ചെക്കന് ഓരോ ദിവസം ഓരോരോ പാവമാണ്. ഒരു ദിവസം ഷാജി പാപ്പൻ ഉറങ്ങുകയാണ്. അന്നേരം ഷാജി പാപ്പൻ്റെ വണ്ടി ആരോ കട്ടോണ്ട് പോയി. ഷാജി പാപ്പൻ ആടിന്റെ പുറത്ത് കയറി പോകാൻ നേരം പ്രേതം വന്ന് അങ്ങനെ ഷാജി പാപ്പൻ പ്രേതം ഷാജി പാപ്പൻ ചത്തടാ. നമ്മളും ചത്തടാ. എന്നോടാ ഗുഡ് നൈറ്റോ. ഒരൊറ്റ അടി കൊടുക്കണം. ആ എന്നെ ഗുഡ് നൈറ്റ് പോലും. ഗൈസ് തൽക്കാലം നമ്മൾ ഇന്നത്തെ വീഡിയോ അവസാനിക്കുകയെന്ന് ഞാനിവിടെ മടുത്ത്. അപ്പം അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ.